നല്ലൊരു ലാഗ് വീഡിയോ ആണ്. പക്ഷെ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ഇതിൽ ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഒരു ശരിക്കൊരു ജേണി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഡോക്ടർ റിപ്പോർട്ടും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടോ. അത് കേട്ടപ്പോൾ തന്നെ ഞാൻ എന്താ പറയുക, അങ്ങോട്ട് തളർന്നു പോയി. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാ വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ സൗണ്ട് നന്നായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് വയറുവേദന എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ആണ്. ആ ഷോർട്സിൽ ഞാൻ പറയുന്നുണ്ട് വൊമിറ്റ് ചെയ്ത ഒരു കാര്യമൊക്കെ. ആ വൊമിറ്റ് ചെയ്തതിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ തൊണ്ടവേദന. സൗണ്ട് ഇനിയും ശരിയായിട്ടില്ല. കാരണം 2 ദിവസമായിട്ട് എനിക്കിങ്ങനെ വയറും ഒക്കെ ഒരു ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെയാണ്. കാരണം സ്കാനിങ് ഒക്കെ എടുത്തിട്ട് ഒരുതരം അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് തന്നെ എന്തോ പോലെ തോന്നുന്നു. അപ്പോൾ ഞാൻ എണീറ്റൊന്ന് കുളിച്ച് ഒന്ന് റെഡി ആയിട്ടോ, നമ്മളെ തന്നെ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ചെയ്യില്ലേ. അപ്പോൾ അതുപോലെ കിടക്കുമ്പോൾ തന്നെ എന്തോ പോലെയൊക്കെ തോന്നുക. ഞാൻ നിങ്ങളോട് കുറച്ച് ഡീറ്റെയിൽസ് പറയാമെന്നും വിചാരിച്ചു. പിന്നെ ആ ഇട്ട ഷോർട്സിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്ത് സർജറിയാണ് വേണമെന്ന് പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും ഒന്ന് ഡീറ്റെയിൽസ് ആയിട്ട് പറയാമെന്ന് ഓർത്തു. പിന്നെ നമ്മൾ സ്ത്രീകൾക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളും പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും വെയ്യാണ്ടായി നമ്മളെല്ലാം അത് ഉള്ളിൽ ഒതുക്കി നടക്കുന്ന ആൾക്കാരാണ് സ്ത്രീകളല്ലേ. അപ്പം അത് അങ്ങനെ ഒതുക്കണ്ടെന്ന് പറയാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ഞാൻ എന്തായാലും ചുരുക്കി പെട്ടെന്ന് പറയാം കേട്ടോ. അപ്പോഴാണ് ഇത് വല്ലാതെ ലാഗാക്കാണ്ട് കൊണ്ടുപോകാൻ പറ്റൂ. ജൂൺ 7 നമ്മൾക്കൊരു മാരേജ് ഉണ്ടായിരുന്നു കേട്ടോ, എറണാകുളത്ത് വെച്ചിട്ട്. നമ്മുടെ ഉണ്ണിക്കുട്ടി മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കോഴ്സ് പഠിച്ച അവിടുത്തെ മിസ്സിൻ്റെ മാരേജ് ആയിരുന്നു. അപ്പോൾ നമ്മൾ രാവിലത്തെ ട്രെയിനിനാണ് പോയത്, നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അതേ ദിവസം തന്നെയാണ് വാവുകുട്ടി ഹോസ്റ്റലിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് പിന്നെ വരാം, അതിനെക്കുറിച്ച് ഇല്ലച്ച് രണ്ടും കൂടി അങ്ങോട്ട് മിക്സ് ആവും. അങ്ങനെ ഞങ്ങൾ രാവിലെ 8 മണിക്കുള്ള ട്രെയിനിന് പോയി വൈകുന്നേരം ഒരു 4:45 തിരിച്ചു വന്നു. എനിക്ക് പീരീഡ്സ് ആയിരുന്നു കേട്ടോ ആ സമയത്ത്. എനിക്ക് 2 വർഷം മുൻപ് ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ട്. അത് ഓവറിയിൽ സിസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അതിനുള്ള സർജറി ആയിരുന്നു. ആ സർജറിയുടെ മുൻപ് വരെ എനിക്ക് പീരീഡ്സ് സമയത്ത് നല്ലോണം പെയിൻ വരും, സഹിക്കാൻ വയ്യാത്ത പെയിൻ വരും. ഞാൻ സൈക്ലോബാം എന്ന് പറഞ്ഞിട്ടൊരു ടാബ്ലറ്റാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ മാസവും എനിക്ക് കറക്റ്റായിട്ട് അത് കഴിച്ചിട്ടില്ല വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഈ പീരീഡ്സ് സമയത്ത്. ഈ സർജറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് പീരീഡ്സൊക്കെ ഒരു മാറ്റം വന്നു. കാരണം ഇന്ന് പീരീഡ്സ് അയച്ച 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ബ്ലീഡിങ് ഒക്കെ ആവുക. അപ്പോൾ ഈ 3 ദിവസം എനിക്കിങ്ങനെ നീറിയിട്ട് വേദനിക്കുകയും ചെയ്യാം. അപ്പോൾ ടാബ്ലറ്റ് കഴിക്കേണ്ടി വരാറില്ല, എനിക്ക് താങ്ങാവുന്ന വേദനയുള്ളൂ. അതുകൊണ്ട് ഞാൻ ടാബ്ലറ്റ് കഴിക്കാറില്ല കേട്ടോ. അതും പെയിൻ കില്ലർ, തലവേദനയ്ക്കും പെയിൻ കില്ലർ കഴിക്കുമ്പോൾ എല്ലാം കൂടി പെയിൻ കില്ലറിൽ വെച്ചിട്ട് ഞാൻ കഴിക്കാറില്ല. അപ്പോൾ കല്യാണത്തിന് പോകുന്ന സമയത്ത് എനിക്ക് വലിയ സീനൊന്നുമില്ല, ചെറുതായിട്ടൊരു വയറുവേദനയൊക്കെ ഉണ്ടെന്ന് കുഴപ്പമൊന്നുമില്ല. ഇനി 2 വർഷമൊക്കെ ആയിട്ട് എനിക്ക് അങ്ങനെ വലിയ വയറുവേദന ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചത് മാറിയെന്നാണ് വിചാരിച്ചത്. അങ്ങനെയാണ് ഞാൻ കല്യാണത്തിന് പോയത് കേട്ടോ. പിന്നെ തിരിച്ചു വരുമ്പോൾ തന്നെ ട്രെയിനിൽ വരുമ്പോൾ തന്നെ എനിക്ക് ചെറുതായിട്ട് വയറ് വേദനിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും എൻ്റെ വിചാരം എന്താ വെച്ചാൽ കുഴപ്പമില്ല, അതിങ്ങനെ നീറി അതും അതിൻ്റെ പാട്ടിന് പൊക്കോളും എന്ന് വിചാരിച്ചു. നമ്മളങ്ങനെ വീട്ടിലെത്തി കേട്ടോ. 7:45 വീട്ടിലെത്തുമ്പോൾ 8 മണിയായി. 7:45 ട്രെയിന് ഒറ്റപ്പാലത്ത് ഇറങ്ങി 8 മണിയൊക്കെ ആയി. വീട്ടിൽ വരുമ്പോൾ തന്നെ വാവുകുട്ടി ഇവിടെ ഉണ്ടായിരുന്നില്ല. കാരണം വാവുകുട്ടി തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോയല്ലോ. അപ്പം അതിൻ്റേതായിട്ട് ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. പോകുമ്പോൾ ഫുഡൊന്നും ആക്കി കൊടുക്കാണ്ടിയും കുട്ടിക്ക് വേണ്ട സാധനങ്ങളൊന്നും ഒരുക്കി കൊടുക്കാണ്ടിയും അതും എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ആകെപ്പാടെ വിഷമമായിരുന്നു കേട്ടോ. വന്നപാടെ ഞാൻ വാവേ വെച്ചിട്ട് റൂം മൊത്തം നടന്ന് വിളിക്കുകയാണ് എൻ്റെ ഒരു സമാധാനത്തിന്. അവളവിടെ ഇല്ലയെന്നറിയാം എങ്കിലും അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഒന്ന് കുളിക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. കാരണം ട്രെയിനിൽ വന്നതല്ലേ, അപ്പോൾ ഒന്ന് കുളിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് വേഗം കിടക്കാമെന്ന് ഓർത്തു. അപ്പോഴത്തേനും എനിക്കിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വയറുവേദനിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഫുഡ് കഴിച്ചു. കാരണം എ പോസിറ്റീവിൻ്റെ മരുന്ന് ഞാൻ കഴിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കറക്റ്റ് 7 മണിക്കൊക്കെ മരുന്നുണ്ട്. പക്ഷെ അന്നത്തെ 7 മണിക്ക് കഴിക്കാൻ പറ്റിയില്ല. ബാക്കിയുള്ള മരുന്ന് വേഗം ഫുഡ് കഴിച്ചിട്ട് വേഗം കുളിച്ചിട്ട് കിടക്കാമെന്ന് ഓർത്തു. കാരണം വയറ് വേദനിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വയറിങ്ങനെ നീറി വേദനിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഫുഡൊക്കെ കഴിച്ചു. പിന്നെ എന്നിട്ടും വയറുവേദന മാറുന്നില്ല കേട്ടോ. ഞാൻ ഉന്നോട് കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി തരുമോ ചോദിച്ചിട്ട് ചൂടുവെള്ളം കുടിച്ചു. അത് കഴിയുമ്പോഴത്തേനും ഞാൻ വന്ന ഡ്രസ്സ് പോലും അഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതേപാടെ ഞാൻ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും വയറിങ്ങനെ വേദനിച്ച് പൊരിയാൻ തുടങ്ങി. ചേച്ചി ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയോട് സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ട് എനിക്ക് വയറ് വേദനിക്കുന്നുണ്ട് നന്നായിട്ട്, എനിക്ക് സഹിക്കാൻ പറ്റണില്ല എന്ന്. അപ്പോൾ പിന്നെ എന്നാൽ വാവയ്ക്ക് വയ്യച്ച ഫോൺ കട്ട് ചെയ്തോ പറഞ്ഞു ചേച്ചി കേട്ടോ. ചേച്ചീനെ വാവേന്ന് വിളിക്കുക. അങ്ങനെ ഞാൻ ഫോൺ കട്ട് ചെയ്തു കേട്ടോ. എനിക്ക് ഫോൺ കട്ട് ചെയ്യുമ്പോഴത്തേനും തന്നെ എനിക്ക് ഒന്നിച്ചൊരുതരം അസ്വസ്ഥത ആവാൻ തുടങ്ങി. എനിക്ക് വൊമിറ്റ് ചെയ്യണം എന്നൊക്കെ ഒരു ടെൻഡൻസി വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഉന്നോട് വേഗം പറഞ്ഞു എനിക്ക് വൊമിറ്റ് ചെയ്യണം പോലെ ഉണ്ട്, ഉണ്ണി ഒരു ബക്കറ്റ് എടുത്തിട്ട് വരുമോ ചോദിച്ചു. അപ്പം തന്നെ ഞാനിങ്ങനെ അയ്യോ അമ്മയെ പറഞ്ഞിട്ട് കൂടെ അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം തന്നെ ഉണ്ണിക്ക് ഒരുമാതിരി ആവുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഉണ്ണിക്ക് ഈ പീരീഡ്സ് സമയത്ത് അവൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഈ സമയത്തൊക്കെ അവൾക്കൊരു ഡിപ്രഷനാണ്. ഈ പീരീഡ്സ് ആണെന്ന് അവളോട് പറഞ്ഞാൽ അവൾ എൻ്റെ അടുത്ത് വലിയ കെട്ടിപ്പിടിച്ചെടുക്കൊന്നും ചെയ്യില്ല കേട്ടോ. കാരണം അവൾക്ക് അതൊരു തരം അവസ്ഥയാണ്. അതുകൊണ്ട് പീരീഡ്സ് ആണെന്നേ അവളോട് പറയാൻ പാടില്ല. കാരണം അവൾക്കത് ഒരു തരം അവൾക്ക് വന്ന പോലെയാണ്. അപ്പം അതുകൊണ്ട് അവൾ എന്നെ അങ്ങനെ നോക്കിയിട്ട്
ഒരുമാതിരി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പീരീഡ്സ് അല്ലേ, അവൾക്ക് എന്താ പറയേണ്ടതെന്നും അറിയണില്ല. ഞാനാണെച്ചാൽ കടന്ന് പൊരിയും ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉണ്ണി ബക്കറ്റ് എടുത്തിട്ട് വരുമ്പോഴത്തേനും അങ്ങനെ ഛർദ്ദിച്ചു ഞാൻ. കാരണം ഒരു കപ്പ് ചൂടുവെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു, ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് മൊത്തം കൂടി ഛർദ്ദിച്ചു. ബക്കറ്റിലും പോയി, തറയിലും മൊത്തം പോയി. പാവൻ്റെ കുട്ടി ആ വൊമിറ്റ് ചെയ്തൊക്കെ വൃത്തിയാക്കണ കണ്ടു കേട്ടോ. എൻ്റെ കാലിൽ കൂടെയൊക്കെയും പോയിട്ടുണ്ടായിരുന്നു. ഞാനതങ്ങനെയൊക്കെ പോയി കഴുകിയിട്ട് വന്നു. പിന്നെ ഞാൻ പറഞ്ഞു ഉണ്ണിയോട്, ഉണ്ണിമാ എനിക്ക് എന്താണ് ഹോസ്പിറ്റലിലേക്ക് പോകണം, എനിക്ക് തീരെ വയ്യെന്ന് പറഞ്ഞു. ഇട്ട ഡ്രസ്സ് ഞാൻ അഴിച്ചിട്ടു കേട്ടോ. അത് കല്യാണങ്ങളൊക്കെ കിട്ടുന്ന പോലെ ഡ്രസ്സല്ലേ, അത് അഴിച്ചിട്ടിട്ട് ഞാൻ വേറൊരു ടോപ്പും ഒരു പാൻറ്റും എടുത്തിട്ടു. പിന്നെ ഉന്നോട് പറഞ്ഞു വേഗം വണ്ടി എടുക്കുമ്പോൾ എനിക്ക് തീരെ വയ്യാന്ന് പറഞ്ഞു. പിന്നെ ഫേസ് പോലൊന്നും ഞാൻ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അങ്ങനെ പോവുക ചെയ്ത്. അങ്ങനെ എന്താ പറയുക, പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റും. എനിക്ക് പറയുമ്പോൾ തന്നെ എനിക്ക് ശ്വാസം മുട്ടണം. കാരണം ഫുഡ് ഫുള്ള് വൊമിറ്റ് ചെയ്തും പോയി. എനിക്കാണെന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ ഇങ്ങനെ കുനിഞ്ഞിട്ട് നടക്കണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വയറ് അത്രയും ഇങ്ങനെ പിടിച്ച് വേദനിക്കാണ്ടായിരുന്നു. കിടന്ന് എന്താ പറയുക, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നേ. പിന്നെ അപ്പോഴത്തേനും നല്ല രാത്രിയാണ് കേട്ടോ. ഒരു 12 മണിയൊക്കെ കഴിഞ്ഞോന്ന് തോന്നുന്നു. നല്ല മഴ. എൻ്റെ കുട്ടി പിന്നെ പാവം അതിൻ്റെ അവസ്ഥ എന്താ വെച്ചാൽ, അത് ട്രെയിനിലേക്ക് ഇരുന്ന് വന്ന് ടയേർഡായിട്ട് വേഗം കിടക്കണച്ചിട്ട് ഒരു 11 മണിക്കൊക്കെ കിടക്കണച്ചിട്ടുണ്ടായിരുന്നതാ. അപ്പോഴത്തേനാണ് എൻ്റെ വയ്യ എന്നുള്ളതിൽ അതിന് കിടക്കാനും പറ്റിയില്ല. നേരത്തെ ഉറങ്ങണമെന്ന് വിചാരിച്ചാൽ അതൊന്നും നടന്നില്ല. പിന്നെ ഞാൻ വേഗം വണ്ടി എടുക്കുക പറഞ്ഞപ്പോൾ അത് പാവം വേഗം പോയിട്ട് വണ്ടിയൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ അങ്ങനെ വേഗം പോയിട്ട് ഞാൻ ഇതുപോലെ ഈ 2 വർഷത്തിന് മുമ്പ് സർജറിക്ക് മുൻപ് എനിക്ക് ഇതുപോലെ വയറുവേദന വരാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല ടാബ്ലറ്റ് ഞാൻ കഴിക്കുകയും ചെയ്യാന്ന്. സപ്പോസ് ടാബ്ലറ്റ് കഴിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഇതേപോലെ പെയിൻ വരാറുണ്ട്. അപ്പം അതുകൊണ്ട് ഈ പെയിൻ എനിക്ക് അറിയാം, ഇതേപോലെ ഹെവി പെയിൻ എനിക്ക് വരാറുണ്ട്. അപ്പം എൻ്റെ മൈൻഡിൽ എന്താ, പോയിട്ടൊരു ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാൽ മാറും. അതാണ് എൻ്റെ മനസ്സിലുള്ളത് കേട്ടോ. അപ്പം നമ്മൾ വേഗം അടുത്തുള്ള ഹോസ്പിറ്റൽ അശ്വിനിയാണല്ലോ. അപ്പം നമ്മൾ വേഗം അശ്വിനിയിലേക്ക് പോയി. എപ്പോഴും ഞാൻ വന്ന അശ്വിനിയിൽ പോയിട്ട് ഇഞ്ചക്ഷൻ വയ്ക്കുകയാണ് ചെയ്യാറ്. അശ്വിനിയിലേക്ക് പോയിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു, ഇങ്ങനെ പീരീഡ്സ് പെയിനാണ്, നല്ല വയറുവേദനിക്കുന്നുണ്ട്, ഒരു ഇഞ്ചക്ഷൻ വെക്കാവോ ചോദിച്ചു. അപ്പോൾ അവർ വേഗം ഒരു ഇഞ്ചക്ഷനൊക്കെ വേഗം വെച്ചു. അതുപോലെ വൊമിറ്റ് ചെയ്യുന്നതിനുള്ള ഇഞ്ചക്ഷൻ വെച്ചു കേട്ടോ. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടും മാറുന്നില്ല. ഞാൻ അവിടെ കിടന്നിങ്ങനെ കരയുന്നതാണ് കേട്ടോ, വലിക്കാൻ. കാരണം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ കുറച്ച് ചെറുതായിട്ട് ഉണ്ണി ഓരോ വീഡിയോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനത് കൊടുക്കാം. എനിക്ക് സഹിക്കാൻ വേണ്ടി പറ്റണില്ല കേട്ടോ. അപ്പം അവർ പറഞ്ഞു നിങ്ങൾ എന്തായാലും ഒന്ന് സ്കാനിങ് എടുത്തോളൂ, ഇവിടെ സ്കാനിങ് ഇല്ല, എന്തായാലും ഒന്ന് വള്ളുവനാട് പോയിട്ട് സ്കാനിങ് എടുത്തോളൂ പറഞ്ഞിട്ട് ആ ഡോക്ടർ എഴുതി തന്നു കേട്ടോ. ഇപ്പം ഞാൻ ആലോചിക്കുകയാണ്, ആ ഡോക്ടർ അങ്ങനെ സ്കാനിങ് എടുക്കാൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ സ്കാനിങ് എടുത്തത്. ഒരുപാട് ആ ഡോക്ടറോട് നന്ദിയുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇല്ലച്ച് ഞാൻ സ്കാനിങ് എടുക്കില്ല, ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്നൊന്നും ഞാനിപ്പോൾ ഒന്നും അറിയില്ല കേട്ടോ. പിന്നീട് ഇതൊക്കെ മൂർത്താവിച്ചതിന് ശേഷമായിരിക്കും ഞാൻ അറിയണ്ടാവുക. അപ്പം അങ്ങനെ ഞങ്ങൾ വേഗം, പിന്നെ അവിടെ കിടന്നിട്ട് കാര്യമില്ലല്ലോ, അപ്പോൾ നമ്മൾ വേഗം വീണ്ടും വള്ളുവനാട്ടിലേക്ക് പോയിട്ടോ. വള്ളുവനാട്ടിലേക്ക് പോകുമ്പോഴേക്കും നല്ല മഴ ഉണ്ട്, അത്യാവശ്യം നല്ല ഇതായിരുന്നു. വരുന്ന വഴിയിൽ ഞാൻ വണ്ടി നിർത്തിയിട്ടൊക്കെ ഛർദ്ദിച്ചിട്ടൊക്കെ വന്നത് കേട്ടോ. ഉന്നോട് പറയണ്ട് ഞാൻ വണ്ടി നിർത്ത്, എനിക്ക് ഛർദ്ദിക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കുട്ടി പാവം എവിടേക്ക് സൈഡിലൊക്കെ വണ്ടി ഒതുക്കി പിന്നെയും വൊമിറ്റ് ചെയ്തിട്ടൊക്കെ ഞാൻ വന്നത്. അങ്ങനെയൊക്കെ ഒരുതരം അവസ്ഥയില്ല. ഞാൻ എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നുണ്ട് ഉണ്ണോട്, ഹോസ്പിറ്റലിൽ എത്തിയില്ലേ, എവിടെ നിർത്ത്, എനിക്ക് വയ്യ, ഒരുപാട് പോകാൻ വയ്യ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പാവ കുട്ടി ടെൻഷനായിട്ട് വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ ആദ്യം ഞാൻ തന്നെ പറയുന്നുണ്ട്, ഉണ്ണിമ ഞാൻ ഓക്കെയാണ് കേട്ടോ, മമ്മിക്ക് ഒരു കുഴപ്പമില്ല, ഉണ്ണി പതുക്കെ ഓടിച്ചാൽ മതി. ഞാൻ ഈ വേദനിച്ച വെപ്രാളത്തിലാണ് കേട്ടോ അതൊക്കെ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ വള്ളുവനാട് പോയപ്പോൾ അവിടെ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ആകെ ഒരു ഡ്യൂട്ടി ഡോക്ടറേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ICUവിൽ എമർജൻസി കേസായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു, ഡോക്ടർ വരുന്നില്ല, എനിക്ക് വേദന താങ്ങാൻ പറ്റണില്ല. ഞാൻ അവരോട് ചോദിച്ചു, ഒരു എമർജൻസി ആയിട്ട് വന്നതല്ലേ, എന്നിട്ട് എന്താ വരാത്ത ഡോക്ടർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വേറെ ഒരു എമർജൻസി കേസായിട്ട് പോയിരിക്കുകയാണ്, ഒരു ഡോക്ടർ തന്നെ ഉള്ളൂ എന്ന്. അപ്പോൾ പിന്നെ നമുക്ക് അവരുടെ കുറ്റം പറയാനും പറ്റില്ല. എനിക്ക് വലുത് എൻ്റെ വേദനയാണ്, അവർ അറ്റൻഡ് ചെയ്തത് അവരത് വലിയൊരു കാര്യമാണ്. നമുക്ക് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ അങ്ങനെ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു, ഉണ്ണിയോട് പറഞ്ഞു എനിക്ക് തീരെ വയ്യ ഉണ്ണി, നമുക്ക് ഇവിടെ നിന്ന് പോവുക, PK ദാസിലേക്ക് പോകാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മൾ സ്കാനിങ്ങിലെ ക്യാഷ് കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് നമ്മൾ റീഫണ്ടാക്കി വാങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് പോയി. പിന്നെ PK ദാസിൽ പോയി എന്തൊരു ഗുണച്ചാൽ, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ, എപ്പോൾ പോയാലും നമുക്ക് ഡോക്ടേഴ്സ് ഉണ്ടാവാം. ഒരുപാട് അവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല, പക്ഷെ ഞാൻ പോകുന്ന സമയത്തൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. 1-2 വട്ടമൊക്കെ നമുക്ക് ചിലപ്പോൾ സാറ്റിസ്ഫൈഡ് അല്ലാതിരിക്കാം, പക്ഷെ ആവുന്നതും കിട്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് മാക്സിമം ആവുന്നത് നമ്മൾ അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടേഴ്സ് ഉണ്ടാവും കേട്ടോ.
അങ്ങനെ നമ്മൾ അവിടെ എത്തി. അവിടെ എന്താ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പീരീഡ്സ് പെയിനാണ്, നല്ല പെയിനാണ്, വരുന്ന വഴി അശ്വനിയിൽ കയറിയിട്ടുണ്ടായിരുന്നു, ഇഞ്ചക്ഷൻ എടുത്തു, പക്ഷെ ഭേദമില്ല. അവർ സ്കാനിങ് എടുക്കാൻ പറഞ്ഞതാണ്. വള്ളുവനാട് പോയി, അവിടെ ഇങ്ങനെ ലാഗാണ്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നതാണ് പറഞ്ഞു. പിന്നെ അവർ ഇഞ്ചക്ഷൻ വെക്കട്ടെ ചോദിച്ചു പെയിൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, കാരണം ഞാൻ ഓൾറെഡി അവിടുന്ന് പെയിൻറ്റ് ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. ഇനിയും ഇഞ്ചക്ഷൻ വയ്ക്കുമ്പോൾ ഒക്കെ എല്ലാം കൂടി പെയിൻറ്റ് എടുക്കുമ്പോൾ ശരീരത്തിന് താങ്ങാൻ പറ്റാണ്ടാവുമോ പേടിച്ചിട്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിയുമ്പോഴും എനിക്ക് വയറുവേദന നിൽക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇഞ്ചക്ഷൻ എടുത്തോളാൻ പറഞ്ഞു. പിന്നെ അവർ ഇഞ്ചക്ഷൻ എടുത്തു, ഡ്രിപ്പ് ഇട്ടു കേട്ടോ. അപ്പോൾ ഈ രണ്ടും ചെയ്തതോടുകൂടിയിട്ട് ഞാൻ അങ്ങനെയും മയങ്ങി ഉറങ്ങി. ഞാൻ അങ്ങനെ ഒരു 4:30 വരെയൊക്കെ ഉറങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ. പാവം എൻ്റെ കുട്ടി. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കണ്ണ് തുറന്നു നോക്കുമ്പോൾ എൻ്റെ കുട്ടിയുണ്ട്, പാവം ഇങ്ങനെ ചെയറിൽ ഇങ്ങനെ ഇരിക്കണു. അതൊരു കണ്ണടയും വെച്ചിട്ട്, കാരണം അതിൻ്റെ കണ്ണിങ്ങനെ പൊളിച്ചിട്ട് അതിന് ഉറക്കം ശരിയായിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിങ്ങനെ ഇരിക്കണു കേട്ടോ. എനിക്ക് അത്ഭുതമായി, എൻ്റെ കുട്ടിക്ക് അങ്ങനെയൊന്നും ഉറക്കൊഴിയാൻ പറ്റില്ല. അപ്പോൾ എനിക്കത് അതിനേറെ വിഷമമായിട്ടോ. അതിൻ്റെ ഇടയിൽ എനിക്ക് വൊമിറ്റ് ചെയ്തിട്ട് തൊണ്ട പൊട്ടിയിട്ട് ഒരു തുള്ളി ഉമ്മനീര് ഇറക്കാൻ പറ്റില്ല. ഇവിടെയൊക്കെ അങ്ങ് ഡ്രൈ ആയിട്ട് എനിക്ക് പിന്നെയും വൊമിറ്റിങ് ടെൻഡൻസി വരിക. വൊമിറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഇവിടെ ഒരുമാതിരി ഒമ്മയ്യ കിടന്നിട്ട്. അതിൻ്റെ ഇടയിൽ പാവം അത് പോയി കട്ടൻ ചായ വാങ്ങിയിട്ട് വന്നിട്ട് അതിന് കൈക്കൂടെയൊക്കെ പോയി ഇത്രേ. കാരണം കയ്യിൽ ഫോണ്, ചായ എല്ലാം കൂടി പിടിക്കാൻ പറ്റാണ്ട് ആ കൈക്കൂടെയൊക്കെ പോയി. അങ്ങനെയൊക്കെ എൻ്റെ കുട്ടി പറയുണ്ടായിരുന്നു കേട്ടോ പാവം. അതിൻ്റെ ഇടയിൽ എൻ്റെ അടുത്ത് വെള്ളമൊക്കെ കുടിക്കാൻ പറയുണ്ടായിരുന്നു. കാരണം നമ്മൾ സ്കാൻ ചെയ്യണമെന്ന് വെച്ചാൽ നന്നായിട്ട് വെള്ളം കുടിക്കണമല്ലോ. എനിക്ക് വെള്ളം കുടിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഡ്രിപ്പൊക്കെ ഇട്ടപ്പോൾ സ്കാനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഈസി ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 5 മണിക്കൊക്കെ സ്കാൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ എന്നോട് ചോദിക്കണ്ടായിരുന്നു ഇതിന് മുൻപ് സ്കാൻ ചെയ്യുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഡോക്ടേഴ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എന്ന്. ഇതിന് മുൻപ് ഞാൻ സ്കാൻ ചെയ്തത് എപ്പോഴാണെന്ന് വെച്ചാൽ 2025 കേട്ടോ. എൻ്റെ 2023 സർജറി കഴിഞ്ഞതിന് ശേഷം 2025 ആകുമ്പോഴത്തേനും എനിക്ക് വീണ്ടും വയറുവേദനിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു ഈ സിസ്റ്റ് വീണ്ടും വളരാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സർജറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കണം, നല്ലതാണ്. അപ്പം ഞാൻ ഈ വയറിങ്ങനെ വേദനിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു സ്കാനിങ് എടുക്കാൻ വെച്ചിട്ട് ഞാൻ ചെന്നൈയിൽ പോയിട്ട് ഒരു ഗൈനക്കോളജീനെ കണ്ടിട്ട് ഒരു സ്കാനിങ് എടുത്തിട്ടുണ്ടായിരുന്നു 2025. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫാറ്റി ലിവർ സ്റ്റേജ് 1 ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ വൈറ്റമിൻ ഡിയുടെ പ്രശ്നമുണ്ട്, അതിന് വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ് എഴുതി തന്നു. ഫാറ്റി ലിവറിന് മരുന്നൊന്നും ഇല്ല, നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് നന്നായിട്ട് ഫുഡ് കൺട്രോൾ ചെയ്താൽ മതി എന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ രണ്ടും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ വെയിറ്റ് ലോസ് ഞാൻ പറഞ്ഞില്ല 8 kg ഒക്കെ ഞാൻ കുറച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഡയറ്റ് ഫുഡാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതല്ലാതെ പിന്നെ ഞാൻ സ്കാനിങ് എടുത്തിട്ടില്ല. ഡോക്ടേഴ്സൊന്നും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴും അവരിങ്ങനെ വീണ്ടും എന്നോട് ഒരു വട്ടം കൂടി ചോദിച്ചു കേട്ടോ. അപ്പം തന്നെ എനിക്ക് ഡൗട്ട് അടിച്ചു കേട്ടോ. കാരണം എന്താ വെച്ചാൽ 1 മണിക്കൂർ നീണ്ടു നിന്നിട്ടുണ്ട് സ്കാനിങ്. ഉണ്ണി പുറത്തിരുന്നിട്ട് വെയിറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അവൾ പറഞ്ഞു മമ്മി 1 മണിക്കൂറും 5 മിനിറ്റും എടുത്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് നേരം എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അവരിതൊക്കെ കണ്ടുപിടിക്കുകയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവർ ഫോണിൽ വേറെ ആരോട് ചോദിക്കണ്ടായിരുന്നു എന്തൊക്കെയോ ഡൗട്ടുകൾ. അപ്പം തന്നെ ഞാൻ ഉറപ്പിച്ചു എന്തോ പന്തി കേടുണ്ടെന്ന്. അപ്പം തന്നെ ഒരു മനസ്സിൽ ഇങ്ങനെ ഒരു വേദന വരാൻ തുടങ്ങി. ടീച്ചറെ ഞാൻ അടുത്ത് എന്താന്നുള്ള ഒരു രീതിയിൽ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവരിങ്ങനെ സ്കാൻ ചെയ്യുന്നതാണ്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവരുടെ സീനിയറാണോ ആരോന്നും അറിയില്ല, ഇനിയിപ്പോൾ ഡോക്ടറാണോ എന്നറിയില്ല, ഒരു ലേഡി വന്നിട്ട് അവർ പിന്നെ സ്കാൻ ചെയ്തു. അപ്പോൾ അതിനുശേഷം അവരിങ്ങനെ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി 1 മണിക്കൂർ ശേഷം നമ്മളെ ഇങ്ങോട്ട് വിട്ടു കേട്ടോ. പിന്നെ വീണ്ടും നമ്മളെ കാഷ്വാലിറ്റിയിലേക്ക് തന്നെ വിട്ടു. അപ്പോൾ അങ്ങനെ ഡോക്ടർ റിപ്പോർട്ടും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടോ. അത് കേട്ടപ്പോൾ തന്നെ ഞാൻ എന്താ പറയുക അങ്ങോട്ട് തളർന്നു പോയി. കാരണം എന്താ വെച്ചാൽ അതിൽ കേട്ട കാര്യങ്ങളൊന്നും വലിയ സുഖമുള്ളതായിരുന്നില്ല. അപ്പോൾ അതിന് മുൻപ് ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ എനിക്കൊരു വേദന കുറേ നാളുകൊണ്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഇവരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരൊന്നും അത് വലിയൊരു കാര്യമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ എപ്പോഴും ഈ വേദനയുടെ കാര്യമല്ലേ പറയുന്നത്. അപ്പോൾ അവർക്കത് കേട്ടിട്ടായിരിക്കാം ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ സർജറി കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വീണ്ടും വേദന വന്നപ്പോഴാണ് ഞാൻ വീണ്ടും പോയിട്ട് സ്കാനിങ് എടുത്തത്. അപ്പോഴാണ് ഫാറ്റി ലിവർ ഉണ്ട് പറഞ്ഞത്. അപ്പോഴൊക്കെ എനിക്ക് ഇവിടെ ഈ വേദന ഉണ്ടായിരുന്നു. ഈ വയറിൻ്റെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒരു വട്ടത്തിൽ ഇങ്ങനെ അമർത്തുമ്പോഴൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇവരോട് എന്നും പറയും ഇവിടെ ഒരു മുറിയുള്ള പോലെ എനിക്ക് വേദനിക്കണേ, ഇങ്ങനെ കുനിഞ്ഞിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല, കുറേ നേരം മലർന്ന് കിടക്കുമ്പോഴേക്കും എനിക്കിങ്ങനെ വേദന ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ പോയിട്ട് സ്കാനിങ് എടുത്തത്. അപ്പോൾ അതിൽ ഫാറ്റി ലിവർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ നമ്മളത് വിട്ടു. ഫാറ്റി ലിവർ ഉണ്ടെച്ചാലും വയറ് വേദനിക്കുന്നുള്ളത് ഞാൻ ഇങ്ങനെ പറയുന്ന ചില വീഡിയോസിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു അത് ഫാറ്റി ലിവറിൻ്റെ വേദന ആയിരിക്കും പറഞ്ഞിട്ടാണ് ഞാൻ കറക്റ്റായിട്ട് ജിമ്മിന് പോയതും ഫുഡ് കൺട്രോൾ ചെയ്തതൊക്കെ. അപ്പോഴും എനിക്കിവിടെ ഈ വേദന എനിക്കൊരു തന്നെ ആയിരുന്നു കേട്ടോ, ഒരു ചോദ്യചിഹ്നം തന്നെ ആയിരുന്നു. ഞാൻ എന്നോട് തന്നെ പറയൂ കേട്ടോ, ഒന്നുമില്ലാതെ ഇങ്ങനെ വേദനിക്കുമോ,
ഇല്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ഇല്ലാതെ നമ്മൾക്ക് ഒരു അസ്വസ്ഥത വരില്ലല്ലോ എന്ന് ഞാൻ എന്നോട് തന്നെ പറയും. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ കറക്റ്റ് ഒരു ചികിത്സ കിട്ടാറില്ല, അതുകൊണ്ട് ഒന്നും കണ്ടുപിടിക്കാറില്ലല്ലോ. പിന്നെ ഞാൻ വിചാരിക്കും ഫാറ്റി ലിവർ ഉണ്ടല്ലോ, അപ്പം അതിൻ്റെ വേദന ആയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കൊണ്ടു നടന്നിരുന്നത്. പിന്നെ റിപ്പോർട്ട് വന്നപ്പോഴാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞത്. ഹെർണിയുടെ പ്രശ്നമുണ്ട് ഇത്ര കേട്ടോ. അത് ഞാൻ ഈ വേദന എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്, അവിടെയാണ് ഇത്ര ഇങ്ങനെ നമുക്ക് വരിക. പിന്നെ കുറച്ച് താഴെ ഈ പൊക്കളുടെ മുകളിലായിട്ട് അവിടെയും ഒന്നും കൂടെ ഉണ്ട്, അങ്ങനെ 2 ഉണ്ടെന്ന് പറഞ്ഞു. കഴിഞ്ഞില്ലേ കത്തിക്കല്. കാരണം എന്താ വെച്ചാൽ ഈ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും പേടിയാണ്. അത് കഴിഞ്ഞിട്ടും നിന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അതും ഞാൻ ഫസ്റ്റ് സ്കാനിങ് എടുക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടും തീർന്നിട്ടില്ല. എൻ്റെ യൂട്രസിൽ നീർക്കെട്ടുണ്ടെന്ന് പറഞ്ഞു. അതെനിക്ക് ഫസ്റ്റ് 2023 സർജറി ചെയ്യുമ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രസവം നിർത്തുന്ന സമയത്ത് ഒരു ട്യൂബ് കട്ട് ചെയ്യുമ്പോൾ ആ ട്യൂബിൻ്റെ അവിടെ ഒരു ഇൻഫെക്ഷൻ പോലെ ഉണ്ടായിരുന്നു അത്ര കേട്ടോ. അപ്പോൾ അത് അന്ന് അവർ ഓവറിയിൽ സിസ്റ്റർ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഇതും നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആ വേദന തന്നെയാണോ ഈ വേദന എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ യൂട്രസിൽ ഇങ്ങനെ നീര് പോലെ ആയിട്ട് അത് കിഡ്നിയിൽ പോയിട്ട് പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പെയിനും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ രാത്രിയൊക്കെ ആകുമ്പോൾ എനിക്കിങ്ങനെ പനി പോലെ ആവും എൻ്റെ ബോഡി, ഒരു പെയിൻ പോലെ, ഭയങ്കര ഒരു വേദന എനിക്ക് ശരീരമൊക്കെ കേട്ടോ. കുറേ നാളുകൊണ്ടുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുറേ അസുഖങ്ങൾ കൊണ്ട് നടക്കുമ്പോൾ നമുക്ക് എന്താ പറയേണ്ടതെന്നൊന്നും നമ്മൾക്ക് അറിയില്ല. അപ്പം അങ്ങനെ അത് 3 ആയില്ലേ. 1 ഹെർണിയുടെ, 1 ഫൈബ്രോയിഡ്, ഈ യൂട്രസിലെ നീർക്കെട്ട്, പിന്നെ ഫാറ്റി ലിവർ. ഈ 4 കാര്യങ്ങളും ഈ സ്കാനിങ്ങിൽ കണ്ടുപിടിച്ചു കേട്ടോ. ഞാൻ വീണ്ടും പറയണു, ഇതൊക്കെ അശ്വനിയിലുള്ള ആ ഡോക്ടർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ സ്കാനിങ് ചെയ്തത്. ഇല്ലച്ച് ഞാനൊരു ഇഞ്ചക്ഷൻ കൊടുത്ത് ഞാൻ വീട്ടിലേക്ക് പോവായിരുന്നു. അപ്പോൾ ഇതും കൂടെ കേട്ടപ്പോൾ എനിക്ക് ആകെ വിഷമമായി കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫൈബ്രോയിഡിനും മരുന്നില്ല, ഈ ഹെർണിയുടെ ഇതിനും മരുന്നില്ല, സർജറി അല്ലാതെ. നാളെ ഓടിപ്പോയിട്ട് സർജറി ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ സർജറി ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഒരു 2 സർജറി ചെയ്യണം. എനിക്ക് സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ആകെ കൂടെ വിഷമമായിട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എന്തോ പാമ്പ് കടിച്ച ആളുടെ തലയിൽ ഇടുത്തിയും വീണെന്ന് പറഞ്ഞ പോലെ വീണ്ടും എനിക്ക് വിഷമമായി. പിന്നെ ഞാൻ ആകെ വിഷമത്തിലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്താ ചെയ്യുക, നമ്മൾ മുന്നോട്ട് ഇതൊക്കെയാണ് വിധിച്ചാൽ അതൊക്കെ നമ്മൾ തരണം ചെയ്ത് പോവല്ലേ വഴിയുള്ളൂ. ഞാൻ 2023 സർജറി സമയത്തുള്ള എൻ്റെ ചെറിയൊരു ഇത് പറയാം കേട്ടോ. എനിക്ക് സർജറി ഭയങ്കര പേടിയാണ്. പിന്നെ ഏട്ടന് പാവം എനിക്ക് ഇതൊക്കെ താങ്ങാനുള്ള ശക്തി ഉണ്ടോ എന്നുള്ളത് വെച്ചിട്ട് ഏട്ടന് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നവും പിന്നെ കുറേ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടല്ലോ. അപ്പം അതൊക്കെ കൊണ്ട് ഏട്ടന് ഇതൊക്കെ എനിക്ക് താങ്ങാൻ പറ്റും വെച്ചിട്ട് ഏട്ടന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഈ സർജറി കഴിഞ്ഞ് വരുന്ന ഒരു ഏട്ടന് ഭയങ്കര ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്ന് ഏട്ടൻ അത് കഴിഞ്ഞ ശേഷം എന്നോട് പറഞ്ഞിട്ടുണ്ട്. കുഞ്ചൂസേ, നിന്നങ്ങോട് സർജറിക്ക് കയറ്റിയിട്ടേക്ക് ഒരു ഇതും ഉണ്ടായിരുന്നില്ല. ഞാൻ പൊന്നു ചേച്ചിനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പൊന്നു ചേച്ചി എന്ന് പറഞ്ഞ എൻ്റെ മൂത്ത ചേച്ചിയാണ്. അത്രയും ഞാൻ അസ്വസ്ഥയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഏട്ടനെ പോലെ തന്നെ എനിക്കും പേടിയായിരുന്നു. ഇപ്പോൾ ഇനിയൊരു സർജറിക്ക് അങ്ങനെ പേടിക്കാനും വിഷമിക്കാനും ആളില്ല കേട്ടോ. അതുപോട്ടെ, നമ്മൾ കരയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. മൊത്തം വിട്ടുപോയി, സോറി. ഞാൻ വിഷമിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. എങ്കിലും പറയേണ്ടത് പറയണം. കാരണം എന്താ വെച്ചാൽ ഇത് കണ്ടുപിടിച്ചില്ല വെച്ചാൽ ഇത് വലിയ പ്രശ്നങ്ങളിലേക്കാണ് പോകണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയണേ. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം 1-2 കാര്യങ്ങൾ കൂടി ഞാൻ പറയാം കേട്ടോ. അങ്ങനെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു വീട്ടിലേക്ക് എത്തി, മൊത്തം പോയി. പറയാൻ വന്നൊക്കെ അങ്ങോട്ട് മറന്നുപോയി. ഇത്രയും വയ്യാത്ത ഒരാളുടെ തലയിൽ എല്ലാ ഭാരം ഇട്ടിട്ടാണ് കേട്ടോ പോയത് ഏട്ടൻ. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ വിഷമങ്ങളും എൻ്റെ വയ്യകളൊന്നും ഞാനിപ്പോൾ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാറില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാനത് സ്വയം ഹീൽ ചെയ്യാണ് ചെയ്യാറ്. നമ്മൾ വെറുതെ നെഗറ്റിവിറ്റി ആകർഷിക്കേണ്ട വെച്ചിട്ട് ഞാനൊന്നും പറയാറില്ല. ഞാൻ എന്നെ തന്നെ സ്വയം ഹീൽ ചെയ്യാണ് ചെയ്യാറ് കേട്ടോ. കാരണം നമ്മളെക്കാളിലും വലിയൊരു ഹീൽ ചെയ്യുന്ന ഒരാൾ വേറെ ഇല്ല. അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ബെസ്റ്റ് മെഡിസിൻ കേട്ടോ. നമ്മൾ ആരോട് പറഞ്ഞിട്ടും വിഷമാണ് പറഞ്ഞിട്ടും എനിക്ക് വെയ്യാന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അവർക്ക് അതൊക്കെ ഒരു വെറും ഒരു കേട്ട് കേൾവി മാത്രമായിരിക്കും. അവർ ഈ ചെവി കൂടെ കേട്ട് ആ ചെവി കൂടെ വിടും. അത് വെയ്യാത്തതും നമ്മളുടെ വിഷമവും നമ്മളുടെ ഡിപ്രഷൻ നമ്മളുടെ പ്രശ്നങ്ങളും നമ്മളുടേത് മാത്രമാണ്. അപ്പം അതുകൊണ്ട് ആവുന്നത് ഞാൻ വിചാരിച്ചു ഇനി ഒരിക്കലും നമ്മൾ ആരോടും ഇതൊന്നും ഷെയർ ചെയ്യരുത്. അത് നമ്മൾക്ക് കൂടുതൽ നെഗറ്റിവിറ്റി നമ്മൾക്ക് ഉണ്ടാവുക ചെയ്യാന്നുള്ളത് വിചാരിച്ചുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ ഒന്നും പറയാറില്ല. സങ്കടം വരുമ്പോഴാണ് നമ്മളിത് ഷെയർ ചെയ്യുന്നത്. പക്ഷെ അത് നേരെ തിരിച്ചാണ് നമ്മൾക്ക് വരിക കേട്ടോ. അപ്പോൾ ഞാനിത് പറയാനുണ്ടായ കാരണം എന്താ വെച്ചാൽ
നമ്മൾ ചെറിയൊരു വയറുവേദന അല്ലച്ചാൽ എനിക്കിങ്ങനെ ഇരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കാരണം അവർ 1 മണിക്കൂറൊക്കെ സ്കാൻ ചെയ്യുമ്പോൾ നന്നായിട്ട് വയറിനെ ഒരു പരിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇരിക്കാനും എൻ്റെ ഈ ബാക്ക് പെയിനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്കിതൊക്കെ നിങ്ങളോടൊന്ന് പറയണം തോന്നി. കാരണം ഒരുപാട് പേര് ആ വീഡിയോ ഇട്ടതിൽ ചോദിക്കുന്നുണ്ട് എന്തിൻ്റെ സർജറിയാന്ന്. അപ്പോൾ നിങ്ങളിതൊക്കെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനും കൂടിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോഴേക്കും വേറെ പോയി എന്താ പറയുമ്പോൾ വെച്ചാൽ പോയി. അപ്പം ഞാൻ പറയാൻ വന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ചെറിയതായിട്ടൊരു വേദന അല്ലച്ചാൽ വയറുവേദനയൊക്കെ വരുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഫുഡ് കഴിച്ചതിൻ്റെയാണ് അല്ലച്ചാൽ നമ്മൾക്ക് അസിഡിറ്റി ആണ് അതൊന്നും പറഞ്ഞിരിക്കരുത് കേട്ടോ. നിങ്ങൾ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അപ്പം ഞാൻ ചോദിച്ചു കേട്ടോ ഡോക്ടറോട്. അപ്പം അന്ന് ഞാൻ സ്കാൻ ചെയ്യുമ്പോൾ എനിക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഈ ഫാറ്റി ലിവർ മാത്രമേ കാണിച്ചുള്ളൂ. ബാക്കി ഹെർണിയയും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, ഫൈബ്രോയിഡും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതെന്താ ചോദിച്ചപ്പോൾ അവർ പറയാണ് ചില സ്കാനിങ്ങിൽ ഇത് തെളിഞ്ഞു വന്നിട്ടുണ്ടാവില്ല, അത്ര ചെറുതായിരിക്കും, പിന്നീടാണ് അത് വലുതാവുക. പിന്നെ അതുപോലെ നമ്മൾ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് നേരം സ്കാൻ ചെയ്തപ്പോഴാണ് ഇത് മനസ്സിലായത് കേട്ടോ. അത് നമ്മൾ രാത്രി എമർജൻസി കേസ് ആയതുകൊണ്ട് പോയതുകൊണ്ടോന്ന് അറിയില്ല. ഒരു 1 അവറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പം അവർ കണ്ടുപിടിച്ചിരിക്കുകയാണ് കേട്ടോ. അതിനെ അങ്ങനെ ഞെരടിയിട്ട് അപ്പം ഞാൻ അതൊക്കെ കൊണ്ടാ പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയതായിട്ട് ഒരു പ്രശ്നം ഉണ്ടെച്ചാൽ വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. നിങ്ങൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം. നമുക്ക് സ്ത്രീകൾക്ക് ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഹോസ്പിറ്റലിൽ പോകേണ്ട മടിക്കുക, അതൊക്കെ മാറിക്കോളും അങ്ങനെയെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഒരിക്കലും മാറില്ല, അതൊക്കെ മൂർധാവിക്കേ ചെയ്യുള്ളൂ. ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറയാം. ഒരു 2010 തോന്നുന്നു എനിക്ക് ഇങ്ങനെ ബ്ലീഡിങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയി. എനിക്കൊരു 27 ദിവസമൊക്കെ അടുപ്പിച്ച് ബ്ലീഡിങ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ആലോചിക്കണം, 1 മാസത്തിൻ്റെ അടുത്ത്. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചത് എനിക്ക് പീരീഡ്സ് ഒക്കെ ആകുമ്പോൾ നല്ല ഓവർഫ്ലോ ആയിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഭാഗമാണെന്നാണ് വിചാരിച്ചത്. പിന്നെ 27 ദിവസമൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ PK ദാസിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ ബ്ലീഡിങ് നിൽക്കാനുള്ള മരുന്ന് തന്നതിന് ശേഷമാണ് അത് നിന്നത്. അപ്പോൾ അവർ സ്കാനിങ് എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു ചെറുതായിട്ട് സിസ്റ്റ് ഉണ്ട്, എത്ര 1.5 ഒക്കെ ഉള്ളൂ, കുഴപ്പമില്ല, പേടിക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വിചാരിക്കണം എന്താ പേടിക്കാനില്ല, അത് നമ്മൾക്ക് ഇതിനെക്കുറിച്ച് പണ്ട് അറിയൂലല്ലോ, നമ്മളത് അവിടെ വിട്ടു. പിന്നെ അതിനുശേഷം ഈ മെഡിസിനൊക്കെ കുറച്ച് നാളുണ്ടായിരുന്നു. എനിക്ക് പീരീഡ്സൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. 2023 അടുത്ത സർജറി ഞാൻ ചെയ്യുന്നത് ഓവറിയിൽ സിസ്റ്റായിട്ട്. ഈ അപ്പോൾ 10 എന്ന് പറയുമ്പോൾ 13 വർഷം എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഇതിൻ്റെതായ യാതൊരു സിംറ്റംസും ഉണ്ടായിരുന്നില്ല. പിന്നെ കൊറോണ വന്ന സമയത്താണ് ഞാൻ ഇതുപോലെ എനിക്കൊരു വയറുവേദന വന്നു, താങ്ങാൻ പറ്റാത്ത വയറുവേദന. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറേ ദിവസം ഞാൻ സഹിച്ചു കേട്ടോ. എന്നിട്ടും മാറാണ്ടായപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി സ്കാനിങ് എടുക്കാൻ വേണ്ടിയിട്ട്. ആ സ്കാനിങ് എടുക്കാൻ പോയ സമയത്താണ് എനിക്ക് കൊറോണ പോസിറ്റീവായിരുന്നു. അപ്പോൾ അവർ അന്നൊക്കെ ഭയങ്കര റൂൾസ് അല്ലേ, കൊറോണയുടെ മെഷീനും കൊറോണയുടെ മെഷീനല്ല, നമ്മൾ സ്കാനിങ്ങിൻ്റെ മെഷീനും തൊടുകയൊന്നും ചെയ്യില്ലല്ലോ. അപ്പോൾ കൊറോണ പോസിറ്റീവായത് പറഞ്ഞത് അവർ എന്നെ വീട്ടിലേക്ക് വിട്ടു. അവിടെ തന്നെ അഡ്മിറ്റ് ആക്കാനാണ് ഇരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു അല്ല വീട്ടിലേക്ക് വിട്ടു, ക്വാറന്റൈൻ ഇരിക്കാന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വിട്ടു. ഇത് കുറച്ച് ഒരു സ്റ്റോറിയാണ്, പക്ഷെ നിങ്ങൾ ഇതൊക്കെ കേൾക്കണം കേട്ടോ. കാരണം അതിൽ നമ്മൾ ശ്രദ്ധിക്കാണ്ടിരുന്ന കുറേ പ്രശ്നങ്ങൾ വരുന്നുള്ളത് എനിക്ക് അനുഭവം ഉള്ളതാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് വന്നു. കുറച്ച് ദിവസം കഴിഞ്ഞു കൊറോണയുടെ ഇതൊക്കെ ആയപ്പോഴും ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ കൊറോണ വന്നതിനുള്ള വയറുവേദനയാണ് എനിക്കെന്നാണ് വിചാരിച്ചത്. കൊറോണയൊക്കെ കഴിഞ്ഞു, കൊറോണ നെഗറ്റീവായി. അത് കഴിഞ്ഞിട്ടും എനിക്ക് വയറുവേദന മാറുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് ഒരു 2 വർഷം ഞാൻ ഇതിൻ്റെ പുറകെയായിരുന്നു. ഞാൻ ഒരുപാട് ഗൈനക്കോളജി ഡോക്ടറിനെ കണ്ടിട്ടുണ്ട്, സ്കാനിങ് എടുത്തിട്ടുണ്ട്. എനിക്ക് കറക്റ്റായിട്ട് എവിടെ നിന്ന് ഒരു ചികിത്സ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ചില ഡോക്ടർ പറയും എല്ലാവർക്കും സിസ്റ്റ് ഉണ്ട്, അതൊന്നും വലിയ പ്രശ്നമില്ല, 100% സ്ത്രീകളിൽ 90% പേർക്കും ഉണ്ട്, കുഴപ്പമില്ല പറഞ്ഞു. ചില ഡോക്ടർ പറയും ഞങ്ങളിത് എടുത്തു തരാം, കാരണം ഓവറി പോവാതെ ഇത് എടുക്കണം വെച്ചാൽ ബുദ്ധിമുട്ടാണ്, ഓവറിയിൽ ഇങ്ങനെ പതിഞ്ഞ് കിടക്കുകയാണ് ഇത്രേ, അതുകൊണ്ട് ഓവറി കളയണം, അത് ഓവറി മൊത്തം റിമൂവ് ചെയ്താലാണ് എടുക്കാൻ പറ്റും, അല്ലാണ്ട് സിസ്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് എന്ത് വന്നാലും ഞങ്ങൾക്കൊരു ഉത്തരവാദിത്തം ഇല്ല, നിങ്ങൾ എഴുതി തരണം എന്ന് പറഞ്ഞു. അതൊക്കെ കേൾക്കുന്നത് നമുക്ക് പേടിയല്ലേ. ഇതൊക്കെ എന്നോട് ഓരോ ഗൈനക്കോളജി ഡോക്ടേഴ്സ് പറഞ്ഞതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഞാൻ കുറേ തൊടുപുഴയിൽ പോയിട്ട് നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറേ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് കേട്ടോ. കുറേ ഗൈനക്കോളജീനെ കണ്ടിട്ട് ലാസ്റ്റാണ് ഞാൻ എന്താ പറയുക, ഞാൻ എണ്ണക്കം കൂടി വേണമെങ്കിൽ പറയാട്ടോ. ഞാൻ 1 2 3 4 5 6 ഗൈനക്കോളജി ഡോക്ടറെ കണ്ടു കേട്ടോ. ലാസ്റ്റ് ഞാൻ പോയത് ചെന്നൈയിലായിരുന്നു. അവിടുന്ന് എൻ്റെ മാക്സിമം പൈസ അവർ മുതലാക്കിയിട്ടുണ്ട്. കാരണം മാസം പോകുമ്പോൾ അവർ 4000 രൂപയായിട്ട് അവരുടെ സ്കാനിങ്ങിന്, കാരണം ഡോക്ടർ തന്നെയാണ് സ്കാൻ ചെയ്യുക.
അപ്പോൾ അതിന് നമ്മളിവിടെയൊക്കെ 750 സ്കാനിങ്ങിന് അവിടെ 4000 രൂപ കൊടുത്തിട്ടാണ് ഞാൻ എല്ലാ മാസവും സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അവരൊരു ഹോർമോൺ ചേഞ്ച് ഉള്ള ഒരു ടാബ്ലറ്റ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ സിസ്റ്റ് ചുരുങ്ങാനാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു ലാസ്റ്റൊക്കെ ആയപ്പോൾ ഒരു 7-8 മാസം ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, എനിക്ക് ചെന്നൈക്ക് പോകാനുള്ള എക്സ്പെൻസ്, പിന്നെ ഈ ഒരു സ്കാനിങ്ങിന് 4000 സംതിങ്, പിന്നെ അവരുടെ മെഡിസിൻ എല്ലാം കൂടി എനിക്ക് നല്ലൊരു എക്സ്പെൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 8-9 മാസം ഞാൻ അവിടെ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എല്ലാ മാസം ഞാൻ പോയി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വെറുതെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിലൊന്ന് സ്റ്റോറേജ് ഫുള്ളായിട്ടോ, പിന്നെ അത് ഡിലീറ്റ് ചെയ്യാൻ നിന്നു. 7 മാസം കഴിഞ്ഞ് 8ാമത്തെ മാസം ഞാൻ പോയപ്പോഴാണ് കേട്ടോ എനിക്ക് അവരുടെ ആ ഒരു ഇത് മനസ്സിലായേ. അങ്ങനെയാണ് ഞാനത് സ്റ്റോപ്പ് ചെയ്തത്. ഈ ഡോക്ടർ കേട്ടോ സ്കാൻ ചെയ്തിട്ട് റിപ്പോർട്ട് കാണിക്കാൻ പോയപ്പോൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു, എന്താണ് സിസ്റ്റാണല്ലേ? അവരൊരു അറിയാത്ത പോലെ, കാരണം എല്ലാ മാസവും നമ്മുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ട് ആ റിപ്പോർട്ട് കാണിച്ചിട്ട് പറയുകയാണ്, എങ്ങനെ എന്തോ ഒരു ഡൗട്ട് പോലെ അവർ പറഞ്ഞു കേട്ടോ, സിസ്റ്റ് നല്ല വലുതാണല്ലോ, അപ്പോൾ അങ്ങനെ രീതിയിൽ എന്തോ പറഞ്ഞു കേട്ടോ അവർ. അത് ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത പോലെ. അപ്പം ഞാൻ ആകെ അമ്പരം കേട്ടോ, കാരണം നമ്മളെ കയ്യിൽ നിന്ന് മാസം 4000 രൂപയും വെച്ച് സ്കാനിങ് ഒക്കെ എടുത്തിട്ട് അവർക്കൊന്നും അതിനെക്കുറിച്ച് അറിയാത്ത പോലെയാണ് 8ാമത്തെ മാസം എന്നോട് സംസാരിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെ റിമൂവ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, റിമൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങളൊരു ജനറൽ മെഡിസിൻ കാണിക്കൂ, എന്നിട്ട് നിങ്ങളുടെ ഹെൽത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് മെഡിസിൻ കഴിക്കൂ, പിന്നെ ഞാൻ തരുന്ന മരുന്ന് കഴിച്ചാൽ മതി, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രസവം നിർത്തുന്ന സമയത്തുള്ള ആ ട്യൂബിൻ്റെ എന്തോ ഡൗട്ട് അവർക്ക് അവിടെയുള്ള നീർക്കെട്ട് എന്തോ ഇവർക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അവർക്ക് ക്ലിയർ ആയിട്ട് അറിയണമുണ്ടായിരുന്നില്ല. അമ്മയും മോനും ഡോക്ടറാട്ടോ, ഇവർ അമ്മയെ കൊണ്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഇവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നമ്മൾ ഒഴിവാക്കിയ പോലെ പിന്നെ ഞാൻ അവിടെ കാണിച്ചിട്ടില്ല. പിന്നെ ഞാനിതുപോലെ ഇങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്താണ് നമുക്കൊരു പ്രൊമോഷൻ വന്നത് മിംസ് ഹോസ്പിറ്റലിൽ നിന്ന് കേട്ടോ. നമ്മൾ ആ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ആ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ ഉണ്ണി ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അന്നൊക്കെ എനിക്ക് ഈ വേദന കൊണ്ട് സഹിക്കാൻ പറ്റാണ്ട് ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ നടക്കുക കേട്ടോ. അപ്പം ഞാൻ കാറിൽ കിടന്നു, ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടേഴ്സൊക്കെ ആയിട്ട് ഉണ്ണി പിന്നെ നന്നായിട്ട് സംസാരിച്ച് നല്ല കമ്പനി ആയപ്പോൾ ഡോക്ടർ ചോദിച്ചു, ഇത്രേ ഒറ്റയ്ക്കാണോ വന്നേ, ആരും വന്നില്ല ചോദിച്ചപ്പോൾ ഇല്ല മമ്മി വന്നിട്ടുണ്ട്, മമ്മിക്ക് ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് മമ്മി കാറിൽ കിടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ എന്താ ഹെൽത്ത് ഇഷ്യൂ എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു കാര്യങ്ങളൊക്കെ. അങ്ങനെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾ എന്തായാലും ഒന്ന് നോക്കട്ടെ, ഇന്ന ദിവസം വന്ന് അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റായി, ഒരു 4 ദിവസം അഡ്മിറ്റ് ആയിട്ടോ, കാരണം ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ 4 ദിവസത്തിൽ അവർ സ്കാനിങ് ഒക്കെ നല്ല രീതിയിൽ എടുത്തു. പിന്നെ എല്ലാ പ്രശ്നങ്ങളും കണ്ടുപിടിച്ചു കേട്ടോ. ഈ യൂട്രസ് ഉണ്ടായിരുന്ന നീർക്കെട്ടും എല്ലാം കണ്ടുപിടിച്ചു. പിന്നെ സിസ്റ്റം എത്ര 7.5 6 സംതിങ് അങ്ങനെ രണ്ട് വലിപ്പമായിരുന്നു കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അങ്ങനെ ഇവർ സർജറി ഡേറ്റ് ഫിക്സ് ചെയ്ത് ഒക്ടോബർ 10-നോ 12-നോ ആയിരുന്നു 2023 കേട്ടോ. അങ്ങനെ നമ്മൾ സർജറി ചെയ്യാണ് ചെയ്തത്. ഇതാണ് എൻ്റെ ആ ഒരു സ്റ്റോറി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. നമ്മളിത് കണ്ടുപിടിക്കണമെങ്കിൽ കുറേ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങണം. അതേപോലെ തന്നെ എനിക്ക് ഇപ്പോഴും വീണ്ടും ഉണ്ടായിരിക്കുന്നത്, ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഒരുപാട് പേര് ഇങ്ങനെ അനുഭവിക്കുന്നുണ്ട് കേട്ടോ. കണ്ടുപിടിക്കാൻ പറ്റാഞ്ഞിട്ട് ചെറിയ കാര്യങ്ങൾ വലിയ കാര്യങ്ങളായിട്ട് മാറുന്നുണ്ട്. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് നേരിടേണ്ട ഒരു വേദന എന്താ വെച്ചാൽ, ചില ആൾക്കാർക്ക് അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റാറില്ല. അപ്പോൾ അവരെന്ത് ചെയ്യാറിയോ, അത് അവർ പറയും നിങ്ങൾക്ക് ടെൻഷനാണ്, ഓവർ തിങ്കിങ് ആണ്, ഇല്ലച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതെന്നൊക്കെ പറയും. ഒരിക്കലും അല്ല. എൻ്റെ ഇതുവരെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റിൽ എന്നെ ഇതുപോലെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട്. ഒരു കാര്യം പറയാം, എൻ്റെ ശരീരത്തിൽ മൊത്തം ഇങ്ങനെ നീര് വന്നിട്ട് ഇവിടെയൊക്കെ വേദന ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ കണ്ടുപിടിക്കാൻ കുറേ ബുദ്ധിമുട്ടി. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടാണ് അത് ANA പോസിറ്റീവ് ആണെന്ന് പറഞ്ഞത്. ഈ തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ അത് റിലേറ്റഡ് ആയിട്ട് വരും അത്രേ. എന്തോ ആയിക്കോട്ടെ, അതൊരു അങ്ങനെ ശരീരമൊക്കെ ഒരു തരം ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ ഇതിന് മുൻപ് ഞാൻ പറഞ്ഞില്ല, വയറുവേദന ഞാൻ പറയണ്ടായിരുന്നു. സിസ്റ്റ് കണ്ടുപിടിച്ചു, സർജറി കഴിഞ്ഞിട്ടും ഞാൻ വയറുവേദന എന്ന് പറയണ്ടായിരുന്നു. ഹെർണിയുടെ പ്രശ്നം ഉണ്ടായി, പിന്നെ ഫാറ്റി ലിവർ ഉണ്ട്, ഫൈബ്രോയിഡിൻ്റെ പ്രശ്നമുണ്ട്. നമ്മൾക്ക് നമ്മുടെ ശരീരം അറിയാം. നമ്മുടെ ശരീരത്തിൽ നമ്മളുടേതല്ലാത്ത ഒരു അതിഥി വരുമ്പോൾ നമ്മൾക്കത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അത് നമ്മൾ ഡോക്ടറെ അടുത്ത് പറയുമ്പോൾ അവർക്കാണത് അറിയാത്തത്. ഇതുവരെയുള്ള എൻ്റെ ഒരു കാര്യത്തിൽ ഇത് കറക്റ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വേദനിക്കുന്നു എന്ന് പറഞ്ഞതെല്ലാം ഇന്നല്ലെങ്കിൽ പിന്നീട് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഒരു ഡോക്ടറെ അടുത്ത് പറ്റില്ല, നമ്മൾ കുറേ നാൾ നടക്കണം. ഞാൻ ഈ വയറുവേദനയുടെ കാര്യമൊക്കെ ഞാൻ ഇവരോടൊക്കെ പറയും. പക്ഷെ അവരൊക്കെ ഇപ്പോൾ എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ, ഞാൻ കുറേ മെഡിസിൻ കഴിക്കുന്നതാണ്, തലവേദന 20 വർഷമായിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ പെയിൻ കില്ലർ കഴിക്കുമ്പോൾ എനിക്ക് വയറ് വേദനിക്കുന്നതാണ്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഇവർ വിചാരിച്ചിരിക്കണേ. പിന്നെ ഞാൻ എനിക്ക് എപ്പോഴും വയ്യാതാവുന്നതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ അവർക്കൊക്കെ അത് യൂസ്ഡായി നമ്മൾ പറയുമ്പോൾ. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ,
ഒരിക്കലും നമ്മൾ എന്തൊരു വേദന വരുമ്പോഴും നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. കാരണം അത് വളരെ വലിയ ബുദ്ധിമുട്ടിലേക്കാണ് പിന്നെ പോവുക. നിങ്ങളൊന്ന് നോക്കിയേ, ഈ സ്കാനിങ് ഞാൻ ഇന്നലെ എടുത്തിട്ടില്ല വെച്ചാൽ സ്കാനിങ് എന്തായാലും ഞാൻ പിന്നീട് ചെയ്യുമായിരുന്നു, പക്ഷെ ഇത്ര പെട്ടെന്ന് ചെയ്യില്ലായിരുന്നു. അത് എപ്പോഴെങ്കിലും ഒന്ന് പോയിട്ട് ഫാറ്റി ലിവർ റിവേഴ്സായി നോക്കിയിട്ട് വരുമായിരുന്നു. പക്ഷെ ഇത് ഇത്രയും ഒരു വേദനയും കാര്യങ്ങളും വന്നതുകൊണ്ടാണ്, പിന്നെ ഡോക്ടർ പറഞ്ഞതുകൊണ്ടും കൂടിയാണ് കേട്ടോ ഞാനിപ്പോൾ സ്കാനിങ് ചെയ്ത്. അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റി. അത് മാത്രമല്ല, നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞ് അതിനനുസരിച്ച് മുന്നോട്ട് പോകാമല്ലോ. നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാം. പിന്നെ അതുപോലെ നമ്മളിത് വെയിറ്റ് ഒന്നും എടുക്കാൻ പാടില്ല അത്ര കേട്ടോ. ഒരുപാട് കൂടുതൽ വെയിറ്റ് ഒന്നും എടുക്കാൻ പാടില്ല. ഞാനാണെന്ന് ചെടിച്ചട്ടി മണ്ണ് നിറച്ച് അങ്ങോട്ട് എടുത്ത് വയ്ക്കും, ഇങ്ങോട്ട് എടുത്ത് വയ്ക്കും, അതൊക്കെ ഞാൻ ചെയ്യും. അപ്പം അങ്ങനെയുള്ളതൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്നും നമ്മളിതൊക്കെ അറിയാണ്ടാണല്ലോ നമ്മളിങ്ങനെ ഓരോന്നും ചെയ്തു പോകുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും ഉണ്ടെച്ചാൽ വേഗം കണ്ടുപിടിച്ച് അത് ചെയ്യാമല്ലോ. പിന്നെ സർജറി എന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയില്ല, ദൈവം എല്ലാം എന്നെ പേടിയൊക്കെ മാറ്റിയിട്ട് സർജറി ചെയ്യിപ്പിക്കുമായിരിക്കും ഇല്ലേ. പിന്നെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുണ്ടല്ലോ, പിന്നെ ഏട്ടൻ്റെയും പ്രാർത്ഥന തീർച്ചയായിട്ടും ഉണ്ട്. വേദനകളൊന്നും എനിക്കങ്ങനെ താങ്ങാൻ പറ്റാറില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുക, എനിക്ക് പറ്റാത്ത സാഹചര്യങ്ങളിലേക്ക് ഞാൻ ഒഴിവാക്കി വിടും. ആ ഒരു സാഹചര്യങ്ങളിലേക്ക് ഞാൻ പോവില്ല. വേദനിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് ഞാൻ ഇപ്പോൾ പോകാറില്ല. അങ്ങനെ എനിക്ക് വേദനിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് ഞാൻ ഇപ്പോൾ ഒഴിവാക്കിയിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. മനസ്സിന് ഭയങ്കരമായിട്ട് ശക്തി ആക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്. നമ്മളിതൊക്കെ എന്താ പറയുക, നമ്മളിതിലൊന്നും തളരരുത്. നമ്മളെക്കാളും വയ്യാത്ത എത്രയോ പേരുണ്ട് ഈ ലോകത്ത്. നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. ഒരു ദിവസത്തെ കാര്യങ്ങൾ ചെയ്യാൻ പോലും പറ്റാത്ത ഒരുപാട് വേദന തിന്ന് ജീവിക്കുന്ന എത്രയോ രോഗം ബാധിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ദൈവം അത്രയൊന്നും തന്നിട്ടില്ല. ഇതൊക്കെ ദൈവം വേഗം മാറ്റിത്തരും. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ നമുക്കുള്ളിടത്തോളം നമ്മൾ ഒന്നും വേദനിക്കണ്ട. നമ്മൾ ദൈവത്തിൻ്റെ കുട്ടികളാണല്ലോ, അതുകൊണ്ട് ദൈവം നമ്മളെ കൈവിടില്ല. ഇതൊക്കെ ക്യാൻസൽ അടിക്കുക, എന്നിട്ട് നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കുക. ഞാൻ എന്നെ തന്നെ ഹീൽ ചെയ്യും കേട്ടോ. എന്തൊക്കെ അസുഖം ഉണ്ടെങ്കിലും എന്നെ തളർത്താനൊന്നും പറ്റില്ല. നിങ്ങൾക്കറിയാം, 20 വർഷമായിട്ട് ഞാൻ തലവേദന സഹിക്കുന്നത്, തലവേദന ഉള്ള ആൾക്കാർക്ക് അറിയാം. ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ ഇന്ന് വന്നു കഴിഞ്ഞാൽ നാളെ വൈകുന്നേരമൊക്കെ മാറും. ചിലപ്പോൾ അത് 24 മണിക്കൂർ പോയിട്ട് 27 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ വേദന കയറി ഇതായൊരു ശരീരമാണ് കേട്ടോ. എത്രയൊക്കെ വേദന ഈ ശരീരത്തിലൂടെ വന്നു പോയിട്ടുണ്ടെന്ന് എനിക്ക് നിശ്ചയമില്ല. അപ്പം അതുകൊണ്ട് ഇത് നമ്മൾ ചിരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവും. ഞാൻ പറഞ്ഞില്ലേ, ഒന്നിലും നമ്മൾ തളരരുത് കേട്ടോ. നമ്മളെ തളർത്താൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, പക്ഷെ നമ്മൾ ഒന്നിലും തളരരുത്. നമ്മൾ ശരിയെന്നുണ്ടെച്ചാൽ, നമ്മളെ തീരുമാനങ്ങൾ ശരിയാണെച്ചാൽ, നമ്മൾ പോകുന്ന വഴി ശരിയാണെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കണ്ട കേട്ടോ. നമ്മളതിനെ കല്ലെറിഞ്ഞ് വീഴ്ത്താൻ ഒരുപാട് പേരുണ്ടാവും, പക്ഷെ അതിലൊന്നും നമ്മൾ വീഴില്ല. കാരണം ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് നമ്മളെ കൂടെ ഉള്ളിടത്തോളം കാലം നമുക്ക് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിലൊന്നും നമ്മൾ വീണ് പോകരുത്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നതാണ്, നമ്മളെക്കാളും വയ്യാതെ നടക്കുന്നവരില്ലേ, നമ്മൾക്ക് ഇങ്ങനെയെങ്കിലും പറ്റുന്നുണ്ടല്ലോ, അതിന് ദൈവത്തിന് ഒരുപാട് നന്ദി. കാരണം നമ്മൾക്ക് ഇത്രയെങ്കിലും നമ്മൾക്ക് ആരോഗ്യം ഇതൊക്കെ തന്നിട്ടുണ്ടല്ലോ, നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ ഓർത്തു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വീഡിയോ ഇതിലിങ്ങനെ കൊടുക്കാം, നമ്മൾ ഹോസ്പിറ്റലിൽ പോയ കാര്യങ്ങൾ. ഞാൻ ഷോർട്സ് ഇട്ട സമയത്ത് ഒരുപാട് കമൻറ്റ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, മമ്മിക്ക് വയ്യാതിരിക്കുമ്പോഴും വീഡിയോ എടുക്കുകയാണ്, അങ്ങനെ ഈ സമയത്തൊക്കെ എങ്ങനെ എടുക്കാൻ തോന്നണമെന്ന് പറഞ്ഞിട്ട്. എന്തൊക്കെ പറഞ്ഞാലും അവൾക്ക് നല്ല വിഷമമുണ്ട്. അവൾ എന്നെ നല്ല രീതിയിൽ കൊണ്ടുവരും ചെയ്തു. അതൊക്കെ അവൾ നല്ല രീതിയിൽ തന്നെ ചെയ്തേ. പിന്നെ ഇപ്പോൾ ഇത്രയ്ക്കും ചെയ്യാന്നുണ്ട് വെച്ചാൽ പിന്നെ ഒന്ന് വീഡിയോ എടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ വീഡിയോ എടുത്തതിനൊരു കാര്യം കൂടെ ഉണ്ട്, അവൾ ഒറ്റയ്ക്കാണ് എന്നെ കൊണ്ടുവരിക്കുന്നത്. സപ്പോസ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഒരു തെളിവ് ആ കുട്ടറയിലില്ല. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഇന്നതിൽ കൊണ്ടുപോയി എന്നൊക്കെ തെളിവുള്ളൂ. അപ്പോൾ അത് നമ്മൾ എടുത്ത് വെക്കും. കാരണം കൂടെ 10-15 ആളായിട്ടൊന്നും അല്ല എന്നെ ആശുപത്രി കൊണ്ടുപോയാണ്. അവൾ ഒറ്റയ്ക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. അതും നല്ല രാത്രി 1 മണിക്ക് 1 മണിക്കൊക്കെ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പം നമ്മൾ ഓരോന്നും എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം അത് നിങ്ങളൊന്നും നെഗറ്റീവായിട്ട് വിചാരിക്കേണ്ട. ഇപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്തതിനെ കൊണ്ടാവുന്നുണ്ട് വെച്ചാൽ ആ ഫോൺ ഇങ്ങനെ ആക്കി എടുക്കുന്നത് അവൾക്ക് സങ്കടമില്ലാഞ്ഞിട്ടല്ല കേട്ടോ. ഇത് നിങ്ങൾ നല്ല രീതിയിൽ എടുക്കണം. അപ്പോൾ ആ കമൻസൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, നെഗറ്റീവ് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ അപ്പം തന്നെ അത് ഡിലീറ്റ് ചെയ്യും. അത് എന്താണെന്ന് അറിയില്ല, എനിക്ക് നെഗറ്റീവ് ഇഷ്ടമല്ല. ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആളാണ്, ജേണൽ എഴുതുന്ന ആളാണ്. അതൊക്കെ കൊണ്ടായിരിക്കാം നെഗറ്റീവ് എവിടെ കണ്ടാൽ ഞാൻ അപ്പം ഡിലീറ്റ് ചെയ്യും. നമ്മൾ പോസിറ്റീവ് മാത്രം ആകർഷിച്ചാൽ മതി, നെഗറ്റീവ് ആകർഷിക്കേണ്ട. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നല്ലത് വരുള്ളൂ. നമ്മൾക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു ഇത് വരണം വെച്ചാൽ നമ്മൾ പോസിറ്റീവായിട്ട് മാത്രം മുന്നോട്ട് പോകണം. നമ്മൾ ഒരാളിനെ വേദനിപ്പിക്കാണ്ടിയും നമ്മൾ ഒരാളിനെ ഉപദ്രവിക്കാണ്ടിയും ആർക്കും നമ്മൾ കാരണം ഒരു ഉപദ്രവം ഇല്ലാതിരുന്നാൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവാം. അതിൻ്റെ ഇടയിൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ നമ്മൾക്കുള്ള ബ്ലെസ്സിങ്സ് ഇഷ്ടം പോലെ വരും. നമ്മളുള്ളതിനൊക്കെ നന്ദി പറഞ്ഞിട്ട് നടന്ന. അപ്പം ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കുന്നുണ്ട് മാനിഫെസ്റ്റിൻ്റെ വീഡിയോ ചെയ്യുമെന്ന്. തീർച്ചയായും ചെയ്യാം കേട്ടോ. എനിക്ക് മാനിഫെസ്റ്റോ ഉണ്ട്,
എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കണക്കില്ല എൻ്റെ നേട്ടങ്ങൾക്ക്. കയ്യിൽ എണ്ണാൻ പറ്റാവുന്നതിൽ കൂടുതൽ നേട്ടങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിനൊന്നും എനിക്ക് സമയം കിട്ടാഞ്ഞിട്ടാണ് ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് എൻ്റെ ലൈഫിൽ, എന്തൊക്കെ ചെയ്തിട്ടാണ് എനിക്ക് വർക്ക് ചെയ്തെന്നുള്ളതൊക്കെ ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. പിന്നെ നമ്മൾക്ക് നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മൾ നേട്ടങ്ങളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ജീവിതമാണ്, രണ്ടും നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതാക്കി നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് പറയണം നിങ്ങളോട് തോന്നി. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞൊന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഞാൻ ആ വീഡിയോ ഇടയിലൊന്ന് കൊടുക്കാം കേട്ടോ. നമ്മൾ അശ്വനിയിൽ പോയി ഇഞ്ചക്ഷനൊക്കെ വെച്ചു. ഒരു 10-15 മിനിറ്റ് അവിടെ കിടന്നിട്ടും വയറുവേദന മാറണില്ല കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ കിടന്നിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അവർ പറഞ്ഞു ഇവിടെ ഇപ്പോൾ സ്കാനിങ് ഇല്ല, നിങ്ങൾ വള്ളൂനാട് പൊക്കോളൂ എന്ന്. അങ്ങനെ നമ്മൾ നേരെ വള്ളൂനാട്ടിലേക്ക് വന്നു. സ്കാനിങ്ങിൻ്റെ അവിടെ കേട്ടോ വന്നിരിക്കുന്നത്. ഞാൻ പറയുന്നത് എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് ഉണ്ണിയോട് ഓരോന്നും പറയണം കേട്ടോ. കാരണം എനിക്ക് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ കൂടെ എനിക്ക് ആ ഓർമ്മ വരിക, സഹിക്കാൻ പറ്റാത്ത ഒരു ഓർമ്മ വരിക കേട്ടോ. അത്രയും ബുദ്ധിമുട്ടിലൂടെയാണ് ഞാൻ അന്ന് പോയിട്ടുണ്ടായിരുന്നത്. സമയം എന്താണ്ടോ 1:30 ആയിട്ടുണ്ട്. പാവ എൻ്റെ ഉണ്ണിക്കുട്ടർ മുഖത്തിലേക്ക് എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. കുട്ടിപ്പാവ അത്രയും വിഷമത്തിലായിരുന്നു. പിന്നെ വള്ളുവനാട് ഇരുന്നിട്ടും കാര്യമില്ല എന്ന് തോന്നിയിട്ട് വേഗം പി കെ ദാസിലേക്ക് വന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ പിന്നെ ട്രിപ്പൊക്കെ ഇട്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്തപ്പോൾ കുറച്ച് ഭേദമുണ്ട്. പിന്നെ വൊമിറ്റ് ചെയ്തിട്ട് തൊണ്ടയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണിക്കുട്ടി പോയിട്ട് കട്ടൻ ചായ വാങ്ങിച്ചിട്ട് വന്നാണ്. ഞാൻ അങ്ങനെ ഉറങ്ങിയിരിക്കണം കേട്ടോ. പാവൻ ഡ്യൂട്ടീൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്കാനിങ്ങിനൊക്കെ പോയി. സ്കാനിങ് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങളത് മുഴുവനായിട്ട് കാണൂ. ഇപ്പോൾ കുറച്ച് മുഖത്തൊരു തെളിച്ചുണ്ട്. കാരണം എന്താ വെച്ചാൽ വേദനയൊക്കെ കുറേ മാറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 കുത്തൊക്കെ കിട്ടിയത് ഉണ്ണിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ അങ്ങനെ നമ്മളൊരു 6:30 ആയിട്ടുണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ. അപ്പോഴത്തേനും ഉണ്ണി പറയാണ് നല്ലോണം പേടിച്ചു ഞാൻ, എനിക്കും വിഷമമായി എന്നൊക്കെ കേട്ടോ. ആ കൂട്ടരുടെ കാര്യം ഞാൻ അവിടെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ജൂൺ 7 തന്നെയാണ് വാവക്കുട്ടി തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോയിട്ടോ. കുട്ടി വെള്ളിയാഴ്ചയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പാവ അത് വന്ന തൊട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമായിരുന്നു. പിന്നെ എനിക്കും ഈ മാരേജിന് പോകേണ്ട ഒരു തിരക്കും എല്ലാം കൂടി ഭയങ്കര, ഞാനും ബിസി ആയിരുന്നു. അവളും വീട്ടിലുണ്ടായിരുന്നില്ല. അവൾ സിനിമയ്ക്ക് പോക്കും ഫ്രണ്ട്സിനെ കാണാൻ പോക്കും എല്ലാം കൂടിയായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ എനിക്കൊരു ദിവസം തലവേദനയും വന്നു കേട്ടോ. പിന്നെ കുട്ടിക്ക് ചിക്കൻ കറിയൊക്കെ വെച്ച് കൊടുത്തു അവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ. പക്ഷെ എന്നാലും കൂടുതൽ ഫുഡൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല. സഹായത്തിന് വരുന്ന ആൻറ്റി ഉണ്ടാക്കി കൊടുത്തു, പക്ഷെ എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല. അതെനിക്കൊരു വിഷമമുണ്ട്. പിന്നെ വാക്കുട്ടി പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണക്കമീൻ വറുത്ത് കൊടുക്കാമെന്നും അച്ചാറിട്ട് കൊടുത്താക്കിയെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ അവൾ പോകുന്ന ദിവസം തന്നെയാണ് ഞാനും എറണാകുളത്തേക്ക് പോയതുകൊണ്ട് ഒന്നിനും സമയം കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് അത് ഭയങ്കര വിഷമമായിരുന്നു. അത് മാത്രമല്ല കുട്ടി പാവം ഒരു വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു, മമ്മി എനിക്കുള്ള ബെഡ്ഷീറ്റ് എടുത്ത് വയ്ക്കുമോ, പിന്നെ ട്രൈപോഡ് വാങ്ങിച്ചിട്ട് അത് എടുത്ത് വയ്ക്കുമോ എന്നൊക്കെ. അപ്പം ഞാൻ ഈ ഒരു 4 സാധനം ഉണ്ടായിരുന്നു. 4 സാധനം ഈ ചെറിയ ടേബിളിൻ്റെ മുകളിൽ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അത് കണ്ടിട്ട് ഒരു ഫോട്ടോ അയച്ചിട്ട് എനിക്കൊരു വോയിസ്, മമ്മി ഇതൊക്കെ കണ്ടപ്പോൾ ആകെ വിഷമം വരുന്നു, ഞാൻ തിരിച്ചു പോകണല്ലേ, 2 ദിവസം വന്ന് നിന്നപ്പോൾ വീടും നാടൊക്കെ തന്നെ നല്ലതെന്ന് തോന്നുന്നു, മമ്മീനൊന്നും വിട്ടിരിക്കാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെയും പഠിക്കേണ്ട വെച്ചിട്ട് പോവാണ് മമ്മി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് ഇട്ടപ്പോൾ അത് കേട്ടപ്പോൾ ആകെ വിഷമമായി. പിന്നെ എനിക്ക് ആകെ വിഷമം തന്നെയാണ്. കല്യാണത്തിന് പോയാലും കുട്ടീനെ ആലോചിച്ചിട്ട് വിഷമം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുന്ന് 4:30 ട്രെയിനും കയറി, ഞങ്ങൾ അവിടെ നിന്ന് 4:45 ട്രെയിനും കയറി, അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായി. പിന്നെ ഇവിടെ വന്നപ്പോൾ കുട്ടീനെയൊക്കെ കാണാതെ ഇപ്പോൾ ആകെ ഭയങ്കര ഒരു വിഷമമായിട്ടോ. നിങ്ങൾ വിചാരിക്കും എന്താ എപ്പോഴും ഇങ്ങനെ പറയണേന്ന്, പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് നന്നായിട്ട് മിസ്സാവുന്നുണ്ട്. ഞങ്ങളെപ്പോഴും ഒരുമിച്ചിരുന്ന ശീലമായിട്ട് വിട്ടു നിന്നിട്ടില്ലല്ലോ. പിന്നെ വാവക്കുട്ടി ഇപ്പം ഞാൻ ചെന്നൈയിലൊക്കെ പോകുമ്പോൾ എന്തൊരു കമൻറ്റ് കണ്ടു, ചെന്നൈയിൽ പോകുമ്പോൾ നിങ്ങൾ ഉണ്ണിയും കൂടെ പോകാറുണ്ട്. വാവക്കുട്ടിക്ക് ഉണ്ണി എന്ന് പറഞ്ഞാൽ ഡിഗ്രി എടുത്തതൊക്കെ അവൾ ആഴ്ചയിൽ 2 ദിവസം പോയിട്ടും പിന്നെ എക്സാം എഴുതാൻ അങ്ങനെ പോയിട്ടൊക്കെ ആയിരുന്നു. വാവക്കുട്ടി അങ്ങനെ ആയിരുന്നില്ല എടുത്തിരുന്നത്. അതുകൊണ്ട് വാവക്കുട്ടിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ ഓരോ വട്ടം ചെന്നൈയിൽ പോയിട്ടുണ്ടായിരുന്നത് എനിക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ്. അതല്ലാതെ പോയിട്ടുള്ളത് 1-2 വട്ടമൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഇപ്പുറത്ത് അതാവില്ല ചിലപ്പോൾ കാര്യങ്ങൾ. അപ്പോൾ അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നതാണ്. അപ്പോൾ എന്താണ് വാക്കുട്ടീനിപ്പോൾ പിരിഞ്ഞിരുന്നാന്നായിരിക്കും ആ കമൻ്റ് ഇട്ട് ആൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഞാനൊരു കാര്യം പറയട്ടെ, ചെന്നൈയിലൊക്കെ പോയാലും ഒരു 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ വരും, ഇല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വരും. അപ്പോൾ വാക്കുട്ടി ഇവിടെ ഉണ്ടാവും, എല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കും. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ, അത് കുറച്ച് മാസങ്ങളല്ലേ. അപ്പോൾ ഞാനൊരു അമ്മയല്ലേ, എനിക്ക് വേദനിക്കും. അമ്മയാകുമ്പോൾ വേദനിക്കും. അമ്മമാരങ്ങനെയാണ്, അമ്മമാർ കാണുന്നവർക്ക് അറിയാൻ പറ്റും. എത്രയോ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, വാക്കുട്ടി എറണാകുളം പോകുന്ന വീഡിയോ ഇട്ടപ്പോൾ ഞാനും ഇങ്ങനെയാണ് പറഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റയിൽ വന്ന് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്കും ഇപ്പോഴും പറ്റാറില്ല, എങ്ങനെ കല്യാണം കഴിച്ച് വിടാമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് അമ്മമാർക്ക് മാത്രം അറിയുന്ന ഒരു വേദന കേട്ടോ.
അത് ചിലപ്പോൾ നിങ്ങൾ കല്യാണം കഴിയാത്തവരൊക്കെ ആയിരിക്കും, അറിയില്ല. നിങ്ങൾ കല്യാണം കഴിഞ്ഞ ഒരു അമ്മയാകുമ്പോൾ തീർച്ചയായും ഇത് അറിയൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് എവിടേക്കും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നത്. ഇത് നല്ലൊരു ലാഗ് വീഡിയോ ആണ്, പക്ഷെ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ഇതിൽ ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ഒരു ശരിക്കൊരു ജേണി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇതൊക്കെ ഇരുന്ന് കാണണം. വയ്യാത്തവരൊക്കെ വേഗം പോയിട്ട് ഹോസ്പിറ്റലിൽ നോക്കണം. പിന്നെ എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. കാരണം ഇനി എൻ്റെ മക്കൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വയ്യായി വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് വിഷമം വരാറുണ്ട് കേട്ടോ. ദൈവം ചതിക്കില്ല, പക്ഷെ എങ്കിലും എനിക്ക് വിഷമം വരാറുണ്ട്. ഞാൻ ഏട്ടനോട് എപ്പോഴും പറയും, എനിക്ക് എപ്പോഴും ഇങ്ങനെ വയ്യാത്തപ്പോൾ ഏട്ടനോട് പറയും, എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ കാവണിച്ചാലും കുട്ടിയോളം നന്നായിട്ടൊക്കെ നോക്കണം എന്ന്. പക്ഷെ ഇനി അങ്ങനെ എനിക്ക് ഏൽപ്പിക്കാൻ ആരുമില്ല. അപ്പം അത് ഒരു വേദന തന്നെയാണ്. ഞാൻ കരയില്ല എന്ന് വിചാരിച്ചാലും ചില കാര്യങ്ങൾ നമ്മളെ കണ്ണ് നിറയ്ക്കൂലേ. അപ്പം അതുകൊണ്ട് നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സമാധാനം കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ കൂടെ നിൽക്കുന്നവരിനെക്കാളും എനിക്ക് ഒരുപാട് സമാധാനവും നല്ല കമൻസും നല്ല നല്ല മെസ്സേജ് നിങ്ങൾ തന്നിട്ടുണ്ട്. ഞാനൊന്ന് വെയ്യാന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു വീഡിയോ ഇടുമ്പോഴത്തേനും എത്ര പേര് എനിക്ക് ഇൻസ്റ്റയിൽ വന്ന് മെസ്സേജ് അയച്ചിരിക്കണം അറിയോ. കുറേ പേർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, കുറേ പേർക്കൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. കാരണം അത്രയും മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട്. മമ്മി വിഷമിക്കേണ്ട, മമ്മി ഓക്കെ ആവും, പ്രാർത്ഥിക്കുക, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. യൂട്യൂബിലിട്ട വീഡിയോയ്ക്കും കുറേ ഉണ്ട്. ഞാൻ നെഗറ്റീവ് കമൻറ്റ് മാത്രമേ ഡിലീറ്റ് ചെയ്തിട്ടുള്ളൂ, എന്നാലും കുറേ കമൻസ് ഉണ്ട്. എല്ലാവരോടും നന്ദി മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നും ഒരുപാട് നന്ദി മാത്രം. യൂട്യൂബ് തുടങ്ങിയിട്ട് 5 വർഷമായിട്ടുണ്ട്. 5 വർഷമായിട്ടും എൻ്റെ കുടുംബത്തിൻ്റെയും കൂടെ നിന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട് കേട്ടോ. ഒരുപാട് കുത്തി നോവിച്ച ആൾക്കാരുണ്ട്. അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മാനിഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ, നെഗറ്റീവുള്ള ആൾക്കാരെ ആദ്യം ഒഴിവാക്കുക. എന്നിട്ട് നമ്മൾ പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ മാത്രം മതി നമ്മളുടെ കൂടെ. നമ്മൾ എന്താണെന്നുള്ളത് നമ്മൾക്ക് അറിയാം, നമ്മളുടെ എത്രത്തോളം നമ്മൾ നല്ലതാണെന്ന് നമുക്കറിയാം. അത് ഒട്ടും നന്നല്ലാത്ത ആൾക്കാരെ ബോധിപ്പിക്കേണ്ട ഒരാവശ്യം നമ്മൾക്കില്ല. അവർ ഏറ്റവും മോശം ആൾക്കാരായിരിക്കും. അതുകൊണ്ടായിരിക്കും മറ്റൊരാളിനെങ്ങനെ ഏതു നേരവും കുറ്റം പറഞ്ഞ് നടക്കുന്നത്. ഒരിക്കലും ഒരു നല്ല വ്യക്തിയിൽ നല്ലോണം പഠിച്ച് നല്ലൊരു ജോബിലിരിക്കുന്ന ഒരു വ്യക്തിയെന്ന് ഒരിക്കലും ഒരാളെയും കുറ്റം പറയില്ല. കാരണം അവർക്ക് അതിനുള്ള സമയമില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ഇടാം. കാരണം എന്താ വെച്ചാൽ അപ്പം അതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലോങ് ആവും വീഡിയോ. പിന്നെ അത് മാത്രമല്ല, എൻ്റെ അടുത്ത് സ്റ്റോറേജും ഇല്ല കേട്ടോ. ഇവിടെ വാവക്കുട്ടിയുടെ ഒരു ട്രിപ്പിൻ്റെ വ്ളോഗ് ഇതിലേക്ക് അയച്ചു തന്നിട്ടുണ്ട്. എത്ര 2 മണിക്കൂറൊക്കെ ഉണ്ട്. അത് ഞാൻ എഡിറ്റ് ചെയ്തിടണം അത്രേ. അപ്പോൾ അതുകൊണ്ട് സ്റ്റോറേജ് ഫുള്ള് കഴിഞ്ഞതാണ്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഗുഡ് നൈറ്റ്, ടാറ്റാ.